താരക്കുട്ടി നന്നായിരുന്നു മോളെ കേട്ടോ. അസലായിട്ട് പാടി. ഈ താരകപ്പൂക്കളായ മോടെ പേരും കൂടെ ഉണ്ട് അതിനകത്തല്ലേ, താരകപ്പൂക്കളെ. പിന്നെ എനിക്ക് യാമി എന്ന് പറയുന്ന ഒരു കുട്ടിയില്ല, അപ്പൊ യാമിനി നല്ലേ. ആ കൂട്ടുകാരി ഉണ്ടല്ലേ. ഓ അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഈ പാട്ട്. സ്വന്തമായിട്ട് താരയ്ക്ക് വേണ്ടിയിട്ടും യാമിനിക്ക് വേണ്ടിയിട്ടും ദേവിക്ക് വേണ്ടി, പിന്നെ ദേവിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും. അല്ല അതിന്റെ എക്സ്പ്രഷൻ ആരാ പറഞ്ഞു? ഈ താരകപ്പൂക്കളായി അതിന്റെ എക്സ്പ്രഷൻ ആരാ പറഞ്ഞു? മക്കളെ ഒന്നുകൂടെ. യാമിനി ദേവി യാമിനി പാടൂ നീ കഥ, എന്റെ ദുഃഖം നിന്റെ കൺകളിൽ കണ്ടു ഞാൻ 1000 താരകപ്പൂക്കളാ. ഏതാ അങ്ങള് ചോദിച്ചത്? ഈ താരകപ്പൂക്കൾ ആരാ പറഞ്ഞു തന്നെ? ആരോ പറഞ്ഞു. അല്ല താരക കഴിഞ്ഞിട്ട് പൂക്കൾ ഭയങ്കര സോഫ്റ്റ് ആക്കിയല്ലോ, അതാരാ പറഞ്ഞു? സ്വന്തമായിട്ട് തന്നെ അണ്ണാച്ചി അതൊരു ഭയങ്കര കഴിവാണല്ലോ. എന്തായാലും പാട്ട് നന്നായിരുന്നു കേട്ടോ മോളെ, നല്ല രസമായിട്ട്. മോള് ഈ സംസാരിക്കുമ്പോ ഒക്കെ ഭയങ്കര എന്താണ് അടിച്ചു പൊളിച്ച് സംസാരിക്കും, പാടുമ്പോ ആള് വേറെ. ഇതെങ്ങനെയാ ഇത്? ഇത് ആരും മോക്ക് പറഞ്ഞു തരുന്നൊന്നും അല്ലേ? ഒന്നുമില്ല. നമ്മൾ ഒരു പാട്ടെടുക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, ഇവിടെ ഒന്ന് പാടുന്നു, അതേ ഉള്ളു, സിമ്പിൾ ആയിട്ട്. ഇത് പക്ഷേ പെട്ടെന്നായിരുന്നു എനിക്ക് വിഷ്ണു അങ്കിൾ തന്നെ. അത് വിഷ്ണു അങ്കിളിന്റെ അടുത്ത് പറയണ്ടേത്. ശരിയാണോ വിഷ്ണു അങ്കിൾ കാണിക്കുന്നത്? എന്റെ അമ്മ പറഞ്ഞിരുന്നു. അടി കൊടുക്കുന്നോ? അമ്മ പറഞ്ഞു മറ്റന്നാളാക്കാൻ പറഞ്ഞിരുന്നു, ഇന്ന് ആക്കണ്ടെന്ന് പറഞ്ഞതാ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിട്ട് പാടിയല്ലോ. നന്നായിട്ട് പാടിയല്ലോ, മനോഹരമായിട്ട് പാടി. ഇടയ്ക്കൊന്നും വിട്ടുപോയി, അത് സാരമൊന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ട് നിർത്താൻ പറഞ്ഞില്ലേ? ദേ ആ പുതുതായിട്ട് വന്നില്ലേ ഷിനു അങ്കിൾ, അവിടെ കുനിഞ്ഞിരുന്ന് കരഞ്ഞു കുറച്ചു നേരം. പാവം. ആദ്യമായിട്ട് വായിക്കാൻ സോറി പറഞ്ഞു. സോറി നിർത്തന്ന് പറഞ്ഞപ്പം അങ്കിള് വിചാരിച്ചു അങ്കിളിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു. നിർത്താവോ സോറി പറയണം കേട്ടോ, സോറി പറയണം. അവൻ അങ്ങനെ ഇങ്ങനെ കരയുന്ന ആളൊന്നും അല്ല. നാണമില്ലേ? അതൊരു ചെറിയ ഡൗട്ട് ആദ്യമായിട്ട് വന്ന ദിവസം തന്നെ കിട്ടി. താരക്കുഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അല്ല എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ എം ജി അങ്കിളിന് ഒരു ഡൗട്ട് ഉണ്ടായ പോലെ ശരത്തങ്ങൾ വേറെ ഡൗട്ട് ഉണ്ട്. എന്റെ ദുഃഖം നിന്റെ കണ്ണുകളിൽ കഴിഞ്ഞിട്ട് ഈ കണ്ടു ഞാൻ എന്ന് പറയുമ്പോ ആ കണ്ടു ഞാൻ മുകളിലാന്നുള്ളത് കൈകൊണ്ട് അങ്ങനെ ആരാ ആക്കി പഠിപ്പിച്ചത്? എനിക്കത് അതെന്തോ സ്വയംഭൂവോ? അങ്ങനല്ല, എന്നാലും അത് അങ്ങനാണോ? വിടത്തില്ല. അമ്മ ഞാൻ ആക്കി തന്നു മോളാ മോളെ ഹിറ്റ് അതുകൊണ്ട് മോളിങ്ങനെ കൈ പിടിച്ച് തന്നെ പറഞ്ഞാണോ? മുകൾ ആ കറക്റ്റ് നോട്ടിൽ തന്നെ ആ ബബിൾ ഹിറ്റ് ചെയ്തു.